ഈ യാത്രകളിൽ ഛർദ്ദിക്കുക ഇതല്ലേ നിങ്ങളുടെ പ്രശ്നം. ഇതിനൊരു പരിഹാരമുണ്ട്. വീഡിയോ അവസാനം വരെ ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. അതായത് ഇത് എന്തുകൊണ്ടാണ് ഈ ഛർദ്ദി ഉണ്ടാവുന്നത്, അത് തടയാൻ വേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, ഇനി നാളെ തൊട്ട് ഇനി ഛർദ്ദിക്കരുത്, അതിന് എന്ത് ചെയ്യണം, എന്തുകൊണ്ടത് സംഭവിക്കുക, എല്ലാം വിശദമായിട്ട് പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട അവസാനം വരെ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്തോ, മറക്കണ്ട, അത് കാരണം ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. അപ്പോൾ അതായത് ഈ ഛർദ്ദി ഉണ്ടാവുന്നതേ, ഈ ഛർദ്ദിക്കുന്ന അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളിലാണ് ഛർദ്ദി എന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം എന്താ വെച്ചാൽ കുട്ടികളുടെ പ്രായം അതായത് അവർ കഫകാലമാണല്ലോ, കഫപ്രായമാണ്. അതായത് ഈ നമ്മുടെ ജീവിതത്തിനെ മൂന്നായിട്ട് ഭാഗിക്കുകയാണെങ്കിൽ ആദ്യ ഭാഗം കഫത്തിൻ്റെയും മധ്യഭാഗം പിത്തത്തിൻ്റെയും അവസാന പങ്ക് വാദത്തിൻ്റെയാണ്. അപ്പോൾ ഈ ആദ്യ ഭാഗം കഫകാലമാണ്. ഈ കഫം ആമാശയത്തിൽ വർദ്ധിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ ഛർദ്ദിക്കണത്, യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കുന്നത്. അതിനൊരു കാരണം. പിന്നെ കൂടാതെ അഗ്നിമാന്ദ്യം ഉണ്ടാവും, ദഹനക്കേടുണ്ടാവും, വയറ്റിൽ വരയുണ്ടാവും, ദഹനശക്തി ഉണ്ടാവില്ല. പോരാത്തിന് നിങ്ങൾ ധാരാളം ഈ ദഹനക്കേട് ഉണ്ടാക്കുന്ന സംഗതികൾ കഴിച്ചിട്ടുണ്ടാവും. ഇത് ഇപ്പോൾ കഴിക്കുന്നത് മാത്രമായിട്ടില്ല, നിത്യേന പതിവായിട്ട് അങ്ങനെ കഴിക്കുന്ന ശീലവും. ഇനിയിപ്പോൾ നാളെ യാത്രയുണ്ട് വെച്ചാൽ ഇന്ന് ധാരാളം അങ്ങനത്തെ സംഗതികൾ കഴിക്കുക. എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അത് പിന്നെ യാത്രക്കിടയിലും ഇത്തരം ദഹിക്കാൻ പ്രയാസമുള്ള സംഗതികളും വേറെ ശല്യം ഉണ്ടാക്കുന്ന സാധനങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക. അപ്പോൾ കുട്ടികളാണെങ്കിൽ പിന്നെ പറയണ്ട. പക്ഷേ കുട്ടികൾ മാത്രമല്ല, വലിയവർക്കും ഇത് ചെറുപ്പത്തിൽ തുടങ്ങുന്ന ഛർദ്ദി ഇങ്ങനെ വയസ്സുകാലം വരെ നിലനിൽക്കുന്നവരുണ്ട്. അതായത് വണ്ടിയിൽ കയറി ഛർദ്ദിക്കുക, ഡീസലിൻ്റെ മണടിച്ചാൽ അല്ലെങ്കിൽ ഒരു കാറിനകത്ത് അടച്ചുകൂട്ടി ഇരിക്കുമ്പോൾ അതൊക്കെ ഇതിന് കാരണമാവും. മനസ്സിലായോ? പിന്നെ പൊതുവെ കഫപ്രായം, അഗ്നിമാന്ദ്യം ഉണ്ടാവുക, ദഹനക്കേട് ഉണ്ടാവുക, വിരശല്യം ഉണ്ടാവുക, കഫസംബന്ധമായ രോഗങ്ങൾ, ആസ്മയുടെയും അലർജിയുടെയൊക്കെ പ്രശ്നമുള്ളവർ അവർക്കൊക്കെ ഛർദ്ദി വരാം. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ അഗ്നിമാന്ദ്യം ഉണ്ടാവും, ദഹനശക്തി കുറവായിരിക്കും, ജഠരാഗ്നിയുടെ ബലം അവർക്ക് കുറവാകും. അപ്പോൾ കഫം തണുപ്പാണ്, ഹെവിയാണ്, ഡൈജസ്റ്റ് ചെയ്യാൻ പ്രശ്നമുണ്ട്, മനസ്സിലായില്ലേ? എന്നാൽ പിത്താണെങ്കിലോ അത് അഗ്നിയെ ദീപിപ്പിക്കുന്ന സംഗതിയാണ്, അത് ഇവർക്ക് വീക്കായിരിക്കും. അതുകൊണ്ടാണ് ഇവർക്ക് കഫസംബന്ധമായ അസുഖങ്ങൾ ധാരാളമായിട്ട് വരുന്നത്. അപ്പോൾ ദഹനം പൊതുവെ കുറവായിരിക്കുക, അതായത് അടുപ്പിൽ തീയില്ലാത്ത സമയത്ത് നമ്മൾ വലിയ മുട്ടി വെച്ച് കത്തിക്കാൻ നോക്കി കത്തില്ലോ എന്ന് പറഞ്ഞവർ പൊതുവെ ഇവർക്ക് ദഹനക്കേടാണ്. കൂടാതെ ഒരുപാട് മധുരപലഹാരങ്ങൾ കഴിച്ചിട്ട് വിരയുടെ ശല്യമുണ്ട്. അതിൻ്റെ കൂടെ പോകുന്നതിന് മുമ്പ് ധാരാളം ഇത്തരം മത്സ്യമാംസങ്ങളും ഐസ്ക്രീമും ഫ്രൈഡ് റൈസും ബർഗറും പിസ്സയും ഉഴുന്നോടയും പഴംപൊരിയും ഒക്കെ കൂടെ കഴിച്ച് ഉറങ്ങാതെ ഉറക്കൊള്ളിക്കുക. നാളെ രാവിലെ പോകാനുള്ളതിന് ഇന്ന് തന്നെ തയ്യാറെടുപ്പ്, ചർച്ചകൾ, അതിൻ്റെ ഒരുക്കങ്ങൾ ഒക്കെ ആകുമ്പോൾ എന്ത് പറ്റി, വീണ്ടും ഈ വാദവും കഫവും കോപിക്കുകയാണ്, ഛർദ്ദി ഉറപ്പായി. ഇനി അത് കൂടാണ്ട് പോകുമ്പോൾ നമ്മൾ ഈ വാഹനത്തിൽ ചിലർക്ക് ഡീസലിൻ്റെ മണം അടിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു പല സ്മെല്ലുകൾ, ഇപ്പോൾ അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ മറ്റ് സ്മെല്ലുകൾ, മറ്റ് വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ആ പൊടിപടലങ്ങൾ അടിക്കുക, അതുപോലെ മറ്റുള്ളവരുടെ ആ സ്മെല്ല് വാഹനത്തിലൊക്കെ മറ്റു പല യാത്രക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ ആ വിയർപ്പിൻ്റെ മണം, ഇതൊക്കെ പോലും ഇവർക്ക് ഛർദ്ദീനെ ഉദ്ദീപിപ്പിക്കും. മനസ്സിലായോ? അതൊരു സംഗതി. പിന്നെ ഇപ്പോൾ നമ്മളിനി കാറിൽ അടച്ചുപൂട്ടി AC-ലിട്ടിരുന്ന് പോകുകയാണെന്നേക്കും അപ്പോഴും ആ വീർപ്പ് മുട്ടിൽ അതും ഇത്തരക്കാർക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ സ്വതവേ ഇവർക്ക് ഈ കഫസംബന്ധമായ പ്രശ്നങ്ങളുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് അലർജിയോ ആസ്മയോ ഒക്കെ സാധ്യതയുള്ളവരായിരിക്കും. ഇങ്ങനെയുള്ളവരാണ് ഈ കൂടുതൽ ഛർദ്ദിക്കുന്നത്. അപ്പോൾ അവർക്ക് ദഹനശക്തി കുറവായതുകൊണ്ട് ഇവരുടെ ആമാശയത്തിൽ കഫം വളരെയധികം സഞ്ചരിച്ച് വർദ്ധിച്ചിരിക്കുന്നുണ്ടാവും. മനസ്സിലായോ? അത്തരക്കാരാണ് ഈ യാത്ര വരുമ്പോൾ യാത്രേനെ പറ്റി ഓർക്കുമ്പോൾ തന്നെ ഇവർക്ക് ഛർദ്ദിക്കാൻ വരുന്നത്, നോക്കാനും വരുന്നത്. അപ്പോൾ ഇന്ന കാരണങ്ങളുകൊണ്ടാണ് കഫപ്രായം, കഫസംബന്ധമായ സംഗതികൾ, കഫം വർദ്ധിപ്പിക്കുന്നതായ ജീവിതചര്യകൾ, ഭക്ഷണ രീതികൾ, ഇതൊക്കെ ശീലിക്കുക വഴിയാണ് ഛർദ്ദിക്കുള്ള ഒരു കാരണം. പിന്നെ ഈ ഡീസലിൻ്റെ അലർജി, മറ്റ് സ്മെല്ല്, ഈ അലർജിയുടെ പ്രശ്നമുള്ളവർ അങ്ങനെയും ഛർദ്ദി വരാനായിട്ട് സാധിക്കും. പിന്നെ മൈഗ്രെയിൻ ഉള്ളവർ, തലവേദന, ശിരശൂലം, സ്ഥിരമായിട്ടുള്ളവർ യാത്ര ചെയ്യുമ്പോൾ ആ വ്യത്യസ്തമായ കാലാവസ്ഥ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വണ്ടിക്കകത്ത് ഇരിക്കുക, അപ്പോൾ ആ വണ്ടിയിൽ നിന്നുള്ള ശബ്ദം ഉണ്ടല്ലോ, ആ വാഹനത്തിൻ്റെ ശബ്ദം ഇവർക്ക് ഈ മൈഗ്രെയിൻ, ആ തുടർച്ചയായിട്ടുള്ള ആ ഗ്രർ എന്നുള്ള ശബ്ദം വരുമ്പോൾ, ഇപ്പോൾ വാഹനത്തിലായാലും കാറിലായാലും ആ ശബ്ദം പോലും ഇവർക്ക് തുടർച്ചയായിട്ട് കേൾക്കുമ്പോൾ ദൂരയാത്രക്കിടയിൽ ഇവർക്ക് ആ ഛർദ്ദിക്കാനുള്ള ഓക്കാനുണ്ടാക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഇനി അതല്ലെങ്കിൽ കുത്തിമറിഞ്ഞൊക്കെ ധാരാളം തിരിഞ്ഞും വളവും തിരിവൊക്കെ ഉള്ളവരാണെങ്കിൽ യാത്ര ചെയ്യുമ്പോഴും അപ്പോൾ ഇവർക്ക് ഛർദ്ദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മനസ്സിലായോ? അപ്പോൾ ഇവരിതൊക്കെ തടയാനായിട്ട് എന്ത് ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുമ്പോൾ. ശ്രദ്ധിച്ച് കേൾക്കുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുള്ള ഇപ്പോൾ വേണമെങ്കിൽ ലൈക്ക് ചെയ്തോ, മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കണ്ടെങ്കിൽ താഴെയുള്ള റെഡ് ബട്ടണിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അതോടുകൂടിയുള്ള ഓൾ നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്താൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് കിട്ടും. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. അതിന് പരിഹരിക്കുന്നതിന് വേണ്ട പരിഹാര മാർഗ്ഗങ്ങൾ ചിന്തിക്കാം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിലേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ കാരണം ഈ അഗ്നിമാന്ദ്യവും ദഹനക്കേട് ഉണ്ടാക്കുന്നു, വിരയുടെ ശല്യമൊക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരം സ്വഭാവമുള്ളവരാണെങ്കിൽ അവർ ഈ ദഹനക്കേട് ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ പതിവായിട്ട് കഴിക്കുന്നത് പൊതുവെ ആ ശീലം നിർത്തുക. അതൊന്നാമത്തെ കാര്യം. ഇനിയിപ്പോൾ നാളെ യാത്രയാണെങ്കിൽ അതിന് 2 ദിവസം മുമ്പ് തന്നെ ഇത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. പ്രത്യേകിച്ച് ആ പ്രീവിയസ് നൈറ്റ്, ആ തലേ രാത്രിയിൽ നമ്മൾ നേരത്തെ കിടന്നുറങ്ങാൻ നോക്കുക. നേരത്തെ കയറി കിടന്നുറങ്ങാൻ നോക്കുക. ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് എളുപ്പം ദഹിക്കുന്ന ആഹാരങ്ങൾ കഴിച്ച് നേരത്തെ ഉറങ്ങാൻ ശീലിക്കുക. അപ്പോൾ എന്നിട്ട് നേരത്തെ ഉണരുക. അപ്പോൾ ഈ അഗ്നിക്കൊക്കെ ദീപന ശക്തി ഉണ്ടാവും, ഈ അഗ്നിമാന്ദ്യം കുറയും, കഫത്തിൻ്റെ ശല്യം കുറയും, അപ്പോൾ ഈ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി കുറയും. ഇനിയുണ്ട് സംഗതികൾ, ശ്രദ്ധിച്ച് കേൾക്ക്. ഓക്കെ, അപ്പോൾ ലഘുവായിട്ടുള്ള ആഹാരം കഴിക്കുക. നമ്മൾ സാധാരണ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പകുതി കഴിച്ചാൽ മതി യാത്രയുടെ തലേദിവസം രാത്രി. അത് സാധാരണ കഴിക്കുന്നതിനേക്കാളും ഒരു 1-2 മണിക്കൂർ മുന്നേ കഴിക്കുക. മനസ്സിലായോ? അത് നന്നായി വേവിച്ച എളുപ്പം ദഹിക്കുന്ന
എണ്ണയും കൊഴുപ്പും ഒന്നുമില്ലാത്ത ഒത്തിരി ഐസ്ക്രീമും ചോക്ലേറ്റും കൂൾ ഡ്രിങ്ക്സും കളറും പ്രിസർവേറ്റീവും ജങ്ക് ഫുഡും മസാല ദോശയും ഉഴുന്നുവടയും പഴംപൊരിയും പോർക്ക് ഫ്രൈയും അല്ലെങ്കിൽ മട്ടൺ ചാപ്സും ഒക്കെ അത്തരം അല്ലെങ്കിൽ ഒരുപാട് ഗ്യാസ് ഉണ്ടാക്കുന്ന ഉരുളക്കിഴങ്ങും പരിപ്പും കപ്പലിൻ്റെ ഇങ്ങനത്തെ ആഹാരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ലൈറ്റായിട്ടുള്ള കുറച്ച് ചോറും ഇനിയിപ്പോൾ നിർബന്ധമാണ് ഫിഷ് കറി ആണെങ്കിൽ അതിൻ്റെ ഗ്രേവി അല്ലെങ്കിൽ രസം സംഭാരം കാച്ചിയും ഒരു രാത്രിയൊക്കെ ആകുമ്പോൾ കാച്ചിയും ഒരു രസം കൂട്ടി കുറച്ച് ചോറും ഒരു തോരനും കൂടി കഴിച്ചു നോക്കി വെജിറ്റേറിയൻ ആവാൻ ശ്രദ്ധിക്കുക. യാത്രകളിൽ പ്രത്യേകിച്ചും അതിൻ്റെ തലേ ദിവസവും. അപ്പോൾ എളുപ്പം ദഹിച്ച് നല്ല മലശോധന വരുത്തിയതിന് ശേഷം നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ നമ്മുടെ വയറിലൊക്കെ കാലിയായിരിക്കുമ്പോൾ നമുക്ക് വായുവിൻ്റെ ഗതിക്കൊരു തടസ്സം ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പോൾ ആ കഫം ബ്ലോക്കായിട്ട് നിൽക്കുമ്പോൾ ഈ ഛർദി ഉണ്ടാകുന്ന സംഭവം ഇല്ലാതാവും. പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കുക. ഒരു ചുക്ക് കാപ്പി മതി. കട്ടൻ കാപ്പിയിൽ കട്ടൻ ഇട്ട് കുടിക്കില്ലേ, അത് നമ്മൾ ഈ ചുക്കും കുരുമുളകും ചതച്ചിട്ടിട്ട് തിളപ്പിച്ച വെള്ളം, ചുക്ക് കുരുമുളക് തുളസിയില ജീരകം, ഒരു അല്ലി വെളുത്തുള്ളി, ഇത് ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കാപ്പി ഉണ്ടാക്കി ശർക്കര കൊണ്ട് കാപ്പി ഉണ്ടാകും. പഞ്ചസാര ഒഴിവാക്കുക, ചക്കര കാപ്പി ഉണ്ടാക്കുക, ചുക്ക് കാപ്പി ഉണ്ടാക്കുക. ചുരുക്കി പറഞ്ഞാൽ ഇത് കഴിച്ചാൽ മതി രാവിലെ. പിന്നെ യാത്രയിൽ പോകുമ്പോൾ വേണമെങ്കിൽ ഇത് ഫ്ലാസ്കിൽ വേണമെങ്കിൽ ഇച്ചിരി കരുതാം. അതല്ലാതെ നമ്മൾ ഉടനെ പൊറോട്ടയും ഫ്രൈഡ് റൈസും ബർഗറും പിസയും ഈ മസാല ദോശയും ഇതൊക്കെ വാങ്ങി വെട്ടുന്നത് നിർത്തുക. ഈ യാത്രകളിൽ പ്രത്യേകിച്ച് ഇങ്ങനത്തെ സ്വഭാവമുള്ളവരാണെങ്കിൽ രസം കൂട്ടി ഇച്ചിരി ഊണ് കഴിക്കുക, ഇച്ചിരി കഞ്ഞി കുടിക്കുക, അല്ലെങ്കിൽ ഇഡ്ഡലിയൊക്കെ ആകുമ്പോൾ എളുപ്പം ദഹിക്കും. മനസ്സിലായോ? അങ്ങനെ സാധാരണ കഴിക്കുന്ന ഭക്ഷണം പൊതുവെ യാത്രയ്ക്കിടയിൽ കുറയ്ക്കുക, ഇത്തരക്കാർ പ്രത്യേകിച്ചും. മനസ്സിലായോ? അപ്പോൾ ഈ കഫം വരുന്നു, അഗ്നിമാന്ദ്യ ഉണ്ടാകുന്നു, ദഹനക്കേട് ഉണ്ടാകുന്നു, വിരശല്യം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാനായിട്ട് എന്ത് ചെയ്യണം? അതിന് തീക്ഷ്ണ ഉഷ്ണങ്ങളായിട്ടുള്ള ഔഷധങ്ങൾ ശീലിക്കണം. അപ്പോൾ നമ്മൾ ചുക്ക്, കുരുമുളക്, ജീരകം, എലവങ്കം, ഏലക്ക ഇതൊക്കെ തീക്ഷ്ണമായിട്ടുള്ള സംഗതികളാണ്. ഇത് കരയാമ്പൂ, എലവങ്ങപ്പട്ട, മനസ്സിലായോ? ഇത്തരം സംഗതികൾ ചേർത്ത തിളപ്പിച്ച വെള്ളം കുടിക്കാം. അതുപോലെ ഇതൊക്കെ ഒരു കരയാമ്പൊക്കെ വായിലിട്ട് ചവച്ചരച്ച് കടിച്ച് ഇങ്ങനെ ഇടയ്ക്ക് വരെ കടി കടിക്കുക. അപ്പോൾ ആ നീരിങ്ങനെ ചവച്ചരച്ചിറക്കുക. അതൊക്കെ ഈ ഛർദി തടയുന്നതിനെ സഹായിക്കും. അതിങ്ങനെ വർക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഗ്നിക്ക് ദീപനം ഉണ്ടാവില്ലേ, അപ്പോൾ അങ്ങനെ ഛർദിക്കില്ല. മനസ്സിലായോ? അതൊരു കാര്യം. പിന്നെ ചെറുനാരങ്ങ, ഓറഞ്ച് ഒക്കെ നമുക്ക് പ്രയോഗിച്ച് നോക്കാം. അതിൻ്റെ സ്മെല്ലടിക്കുന്നതൊക്കെ കാണാം, അപ്പോൾ ആശ്വാസം കിട്ടും. ഇങ്ങനെയൊക്കെ പലരും ശ്രമിക്കുന്ന കാണാം. അപ്പോൾ അതിൻ്റെ മെയിൻ തിയറി എന്താണെന്ന് വെച്ചാൽ ഈ കഫം വർദ്ധിക്കുകയാണ് വയറ്റിൽ. അപ്പോൾ അതിന് കഫത്തെ വർദ്ധിപ്പിക്കുന്ന ആഹാരവികാരങ്ങൾ ഒഴിവാക്കുക, അതാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ രസം കൂട്ടി ഊണ് കഴിക്കുക, കഞ്ഞി കുടിക്കുക, കാച്ചിയും മോരൊക്കെ നല്ലതാണ്. നല്ല ദീപന ശക്തികൾ എളുപ്പം ദഹിക്കുന്ന ആഹാരങ്ങൾ ശീലമാക്കുക. യാത്രക്കിടയിലും അതിൻ്റെ മുൻ രാത്രിയിലും അതുപോലെ രാത്രി പുലർച്ചെ രാവിലെ എഴുന്നേറ്റ് യാത്രയുടെ ദിവസങ്ങളൊക്കെ ചുക്ക് കാപ്പി കുടിക്കുക. അപ്പോൾ അത് ഈ അഗ്നിദീപ്തി ഉണ്ടാകുന്നതിനൊക്കെ സഹായിക്കും. മനസ്സിലായോ? അത് ശീലമാക്കുക. പിന്നെ ഈ കരയാമ്പൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് രണ്ടെണ്ണം നമുക്ക് അവൾ മോണയുടെ ഇടയിൽ കടിച്ച് പിടിക്കാം, അവനിടയിൽ അത് ഇടയ്ക്കൊരു കടി കൊടുക്കുക, ഒന്ന് ഇറക്കുക, ആ നീരൊന്ന് വലിച്ചു കുടിക്കുക. അപ്പോൾ നമുക്ക് ഈ അഗ്നിക്ക് ദീപനുണ്ടാവും, കഫം ക്ഷയിക്കുന്നതിനെ സഹായിക്കും. പിന്നെ മറ്റൊരു പ്രയോഗമാണ് ചുക്കും മലരും കൂടി കഞ്ഞി വയ്ക്കുക. നമുക്ക് അരികലത്തിൽ കഞ്ഞി വയ്ക്കുക, അതിൽ കുറച്ചൊരു കഷ്ണം ചുക്ക് ചതച്ചിടുക, അല്പം മലരും കൂടി ഇട്ടിട്ട് കഞ്ഞി വയ്ക്കുക. ചുക്കും മലരും ഇട്ടിട്ട് വെള്ളമൊഴിച്ച് കഞ്ഞി പോലെ ആക്കിയിട്ട് അത് കുടിക്കുക രാവിലെ. ഈ യാത്രയുടെ അന്ന് രാവിലെ ചുക്ക് ഇട്ട കഞ്ഞി കുടിക്കുക. മലരില്ലേ, നെല്ല് റോസ്റ്റ് ചെയ്ത അവിലല്ല, മലര് കഞ്ഞി വയ്ക്കുക. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ ഒരു 2 ടേബിൾ സ്പൂൺ ഈ മലരിട്ടിട്ട് ഇങ്ങനെ വെള്ളം തിളച്ചാൽ അതിലേക്ക് ഒരു കഷ്ണം ചുക്കും കൂടി ഇടുക. എന്നിട്ടത് മലര് നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിന് എടുക്കാം. അതൊരു ബൗളാക്കി വേണമെങ്കിൽ അത് കഴിക്കാം. രാവിലെ അത് കഴിച്ചാൽ മതി. അപ്പോൾ ദഹനം ഉണ്ടാവും. ഇത് രാവിലെ തന്നെ നമ്മൾ പുറത്തേക്ക് പോകണം, അപ്പോൾ ഇനി ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ വെച്ച് വലിച്ച് വയറുന്ന കഴുത്തറ്റം തിന്നുക. അതും ഇത്തരം സംഗതികൾ മസാല ദോശയും പൊറോട്ടയൊക്കെ രാവിലെ തന്നെ അങ്ങോട്ട് കഴിച്ചിട്ട് വണ്ടിയിൽ അങ്ങോട്ട് കയറിയിരുന്ന ഇത്തരക്കാർ ഛർദ്ദിച്ചിരിക്കും. എന്നുവെച്ചാൽ അവർക്ക് ജന്മന ഈ കഫം വർദ്ധിച്ചിരിക്കുകയാണ്, അഗ്നി വന്നിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇത്തരം കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ ഇളക്കം, ശരീരത്തിന് ഇളക്കം തട്ടുക, തുടർച്ചയായിട്ട് ഒരേ പൊസിഷനിൽ ഇരിക്കുക, മറ്റ് മറ്റ് സ്മെല്ലുകൾ, ദുർഗന്ധങ്ങൾ അതൊക്കെ ഇവർക്ക് ബാധിക്കും. മനസ്സിലായി? ഈ ഡീസലിൻ്റെ മണം, കാറിൽ അടച്ചുപൂട്ടി AC ഇട്ടിരുന്ന് മറ്റുള്ളവരായിട്ട് സഹവസിച്ച് തിക്കിമുട്ടി ഇരുന്ന് പോവുക, ഇതൊക്കെ ഈ ഛർദി. അതുപോലെ യാത്ര ചെയ്യുമ്പോൾ പല കാലാവസ്ഥയിലൂടെ യാത്ര ചെയ്യും. മനസ്സിലായി? പല ആൾട്ടിറ്റ്യൂഡിൽ യാത്ര ചെയ്യും. അതൊക്കെ ഈ വോമിറ്റിങ്ങിന് സാധിക്കും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി വളരെ പരമപ്രധാനമായിട്ടുള്ള മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഓർമ്മകൾ മനസ്സിൽ നിന്ന് കളയുക. ഇതിനു വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള ബക്കറ്റ്, വെള്ളം, പ്ലാസ്റ്റിക് കവർ ഇതൊക്കെ വണ്ടിയിൽ കരുതുക. എന്നിട്ട് ഇതൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ ഈ ഛർദ്ദിക്കാൻ സാധ്യതയുള്ള വ്യക്തിനെ അറിയിക്കുക. അപ്പോൾ അവർക്ക് പിന്നെ വിഷമമായി. ഇത്രയും സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ട് ഇനിയിപ്പോൾ ഞാൻ ഛർദ്ദിച്ചില്ലെങ്കിൽ അത് മോശമാവില്ലേ എന്ന് വെച്ചിട്ട് അവർ ഛർദ്ദിക്കുക. മനസ്സിലായോ? അത്രയൊരു ചിന്ത തന്നെ മനസ്സിൽ പാടില്ല. ഛർദ്ദിക്കില്ല എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച് ഉറച്ച് വിശ്വസിച്ചിട്ട് ഇത്തവണ ഛർദ്ദി ആഘോഷം വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് അങ്ങോട്ട് യാത്ര തുടരുക. അപ്പോൾ നിങ്ങൾ ഛർദ്ദിക്കില്ല. ഇതിപ്പോൾ ഛർദ്ദിച്ചില്ലെങ്കിൽ മോശമല്ല, എല്ലാ തവണയും ഞാൻ ഛർദ്ദിച്ചിട്ടില്ലേ, ഇത്തരം ചിന്തകളൊക്കെ തലച്ചോറിലിട്ട് പെരുക്കിയിട്ട് നിങ്ങൾ യാത്ര തുടങ്ങണതേ. അപ്പം ഛർദ്ദിച്ചിരിക്കും. ഈ ഛർദ്ദി അങ്ങോട്ട് മറക്കുക. ഈ ഛർദ്ദിക്ക് ചെറിയൊരു കവറൊക്കെ വേണമെങ്കിൽ കയ്യിൽ കരുതിക്കോ. അത് അതൊരു ആഘോഷമാക്കണ്ട. അത് കൂടെയുള്ള ആരെങ്കിലും ഒരാൾ കരുതിയാൽ മതി. അത് ഇയാളോട് പറയും വേണ്ട. മനസ്സിലായില്ലേ? ഒരു എമർജൻസി ഘട്ടം ഫേസ് ചെയ്യാനായിട്ട്. അതല്ലാതെ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുക. വയറ് നിറച്ച് പോയി തിരിച്ചു വരുന്ന വരെയൊക്കെയുള്ള ഭക്ഷണം ഒന്നിച്ച് രാവിലെ തന്നെ കഴിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ തീർച്ചയായിട്ടും ഛർദ്ദിക്കും. മനസ്സിലായോ? ഇത് വലിയവരായാലും കുട്ടികളായാലും. ഇപ്പോൾ വലിയവരാണ് ഇത് ആവശ്യപ്പെടുന്നത്. ഇതിനുള്ള ഒരു പരിഹാരം എന്താണെന്ന് ചോദിച്ചിട്ട് വിളി വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ ഇത്തരം സംഗതികൾ അഗ്നിദീപ്തി ഉണ്ടാക്കുന്ന, എളുപ്പം ദഹിക്കുന്ന ലഘുവായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. അതിൽ പെട്ടതാണ് ചുക്കിട്ട മലർക്കഞ്ഞി. അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. അത് ഒരു ചുക്ക് ജീരകം, കുരുമുളക്, വെളുത്തുള്ളി ഇട്ട ഒരു ചുക്ക് കാപ്പി രാവിലെ. അതിൻ്റെ പുറകെ പോകുന്നതിന് മുമ്പായിട്ട് ചുക്കിട്ട മലർക്കഞ്ഞി. ഇത്രയും മതി. നിങ്ങൾ ഛർദ്ദിക്കില്ല. മനസ്സിലായോ? ഇനി ഇടയ്ക്ക് തോന്നി, ഇനി ഇതിന് 2 ദിവസം മുമ്പ് തൊട്ട് ഭക്ഷണത്തിന് ഇപ്പോൾ നാളെ യാത്ര ഉണ്ടാക്കുക, ഇന്നും ഇന്നലെയും
രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് മുൻപേ ഒരു സ്വല്പം ഇഞ്ചിനീര്, ഒരു തള്ളവിരലിൻ്റെ വലുപ്പത്തിൽ ഇഞ്ചിനീര് ചതച്ച് പിഴിഞ്ഞ് നീരെടുക്കുക. അല്ലെങ്കിൽ 2 നുള്ളു കായത്തിൻ്റെ പൊടി ചേർക്കുക. സ്വല്പം പനഞ്ചക്കര കിട്ടിയ നന്നായി, പഞ്ചസാര വേണ്ട കേട്ടോ, ശർക്കര അതും കൂടി ചാലിക്കുക. എന്നിട്ട് അതങ്ങോട്ട് കഴിച്ചു നോക്കി രാവിലെയും രാത്രി. ഇനി അതും പറ്റിയില്ലെങ്കിൽ ഒരു തള്ളവിരലിൻ്റെ വലുപ്പത്തിൽ ഇഞ്ചി, ഈ ശർക്കര അതേ തുല്യ തൂക്കം ശർക്കരയും കൂടി ചേർത്തങ്ങോട്ട് നന്നായി ചതച്ചരച്ചിട്ട് ഒരു മോട്ടറിലിട്ട് നന്നായി ചതച്ചരച്ചിട്ട് അത് ചവച്ചരച്ചാൽ നീര് പിഴിഞ്ഞ് കുടിച്ചാൽ അത് ചവച്ചരച്ചങ്ങോട്ട് കഴിക്കുക. അതിൻ്റെ മീതം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇത് തന്നെ ഡിന്നറിന് മുമ്പും. അപ്പോൾ യാത്രയ്ക്കുള്ളതിൻ്റെ 1-2 ദിവസം മുമ്പ് ഇതങ്ങോട്ട് ശീലമാക്കുക. പിന്നെ ചിലരുണ്ട് ഛർദി, ഈ സദ്യയൊക്കെ പങ്കെടുത്താലും ഛർദിക്കും. അപ്പോൾ ആ സദ്യയ്ക്ക് മുമ്പൊക്കെ നമ്മൾ ഇതുപോലെ അഗ്നിദീപനകരങ്ങളായ സംഗതികൾ ചെയ്യുക. കായത്തിൻ്റെ പൊടി ചേരുമ്പോൾ ദഹനം വായുവിനൊക്കെ ശമനം ലഭിക്കും. മറ്റേ ഇഞ്ചിയുടെ നീര് ചെല്ലുമ്പോൾ അഗ്നിദീപനം ഉണ്ടാവും. അപ്പോൾ നല്ല ദഹനശക്തി ഉണ്ടാവും. അപ്പോൾ നേരെ പോയിട്ട് പായസം കുടിച്ച് ഛർദ്ദിക്കുക, പായസം കണ്ടാൽ ഛർദ്ദിക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടും. ഇത് നിങ്ങൾ കാണുക. ഇത്തരക്കാരെ ഛർദ്ദിക്കാരെ നിങ്ങൾക്കറിയാലോ, അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത്തരം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ. ആദ്യം ആയുർവേദം.